എല്ലാവർക്കും SP അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ്. അതിന് വേണ്ടിയിട്ട് വലിയൊരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ലപോലെ ചെത്തി കഷ്ണങ്ങളാക്കി വരാം. നമ്മൾ പൈനാപ്പിളൊക്കെ നല്ലപോലെ തൊലിയൊക്കെ ചെത്തിയതുപോലെ ചെറിയ പീസുകളാക്കി പൊടി പോലെ അരിഞ്ഞെടുക്കണം. അതിലേക്ക് വേണ്ടത് പാല്, ശവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തിയത്, കശുവണ്ടി, മുന്തിരി, കപ്പലണ്ടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയെന്ന് നോക്കാം. ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ ചൂടായി വന്നിട്ട് അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒരു ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. നമുക്ക് അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഈ പഞ്ചസാര 3/4 ബൗൾ പഞ്ചസാരയാണ്, അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ വെള്ളത്തിൽ തന്നെ പഞ്ചസാര ഒക്കെ അലിഞ്ഞ് നല്ലപോലെ കിടന്ന് വേവും. ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ച്. 1 ലിറ്റർ പാലാണ്, അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലൂടെ ശവ്വരി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാലൊന്ന് തിളച്ച് വരും. നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗള് ശവ്വരി ഇട്ട് കൊടുക്കാം. ശവ്വരി ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. പൈനാപ്പിൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പഞ്ചസാരയുടെയും പൈനാപ്പിളിൻ്റെയും വെള്ളമാണ്. നല്ലപോലെ ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ഉടച്ച് കൊടുത്താൽ ഒന്ന് ഉടഞ്ഞ് കിട്ടും. നമ്മുടെ പാലും ശവ്വരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ശവ്വരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യും. നമ്മുടെ പൈനാപ്പിൾ വെന്താന്ന് നോക്കാം. പൈനാപ്പിൾ അതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട്. വേവാത്തുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. നമുക്കിത് തീ ഓഫ് ചെയ്യും. എന്നിട്ട് നല്ല ചൂടാറിയതിന് ശേഷം വേണം അത് പാൽ ഒഴിച്ച് കൊടുക്കാൻ. പാലും ശവ്വരിയാണ് ഇത് പൈനാപ്പിളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ പൈനാപ്പിൾ പായസം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല ജീരകം, ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ്. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.